ഒമ്പതാം ക്ലാസ് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 3-ാം യൂണിറ്റിലെ 2-ാമത്തെ ലെസനായ ലിസൺ ടു ദ മൗണ്ടെയിൻ എന്ന ലെസന്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. About the author, Kaveri Nambishan, an Indian novelist, was born in Palangala village in South Kodagu, Karnataka, in a family of politicians. ഒരു ഇന്ത്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള കാവേരി നമ്പീശൻ കർണാടകയിലെ സൗത്ത് കൊടകിലുള്ള പാലങ്കല വില്ലേജിൽ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചത്. ഷീ സ്റ്റഡിഡ് മെഡിസിൻ ഇൻ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ആൻഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിലും ബാംഗ്ലൂരിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലും അവർ മെഡിസിൻ പഠനം പൂർത്തിയാക്കി. Nambishan's story, Dr. Sad and the Power Lunch, was joint runner-up in the third Outlook Picador non-fiction contest in 2003. 2003 മൂന്നാമത്തെ ഔട്ട്ലുക്ക് പിക്കാഡർ നോൺ ഫിക്ഷൻ കോണ്ടെക്സ്റ്റിൽ കാവേരി നമ്പീശന്റെ കഥയായിട്ടുള്ള ഡോക്ടർ സാഡ് ആൻഡ് ദ പവർ ലഞ്ച് 2ാം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു. The story that must not be told was shortlisted for the DSC Prize for South Asian Literature in 2012 as well as the Man Asian Literary Prize in 2008. The story that must not be told എന്ന് പറയുന്ന കാവേരി നമ്പീശന്റെ കഥ 2008 മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസിനും 2012 സൗത്ത് ഏഷ്യൻ ലിറ്റററി പ്രൈസിനും വേണ്ടിയിട്ടുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. She was elected Coog Person of the Year in 2005. കാവേരി നമ്പീശനെ 2015 കൂഗ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അബൌട്ട് ദ പ്ലേ, ഈ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. All of us are responsible to protect our mother earth. നമ്മുടെ അമ്മയായിട്ടുള്ള ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. Unfortunately, we compete with one another to destroy our nature. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ പ്രകൃതിയെ തകർക്കുന്നതിന് വേണ്ടി നമ്മൾ പരസ്പരം മത്സരിക്കുകയാണ്. This play of Kaveri Nambishan is an eye-opener to all who cause serious damage to the environment. കാവേരി നമ്പീശന്റെ ഈ നാടകം പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്കുള്ള ഒരു ഐ ഓപ്പണറാണ്, ഒരു കൺ തുറപ്പിക്കലാണ്. The play is about the construction of a 5-star hotel on a mountain in the village of ധർമ്മഗിരി. ധർമ്മഗിരി വില്ലേജിലുള്ള മൗണ്ടെയിനിൽ ഒരു 5-സ്റ്റാർ ഹോട്ടലിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഈ ഡ്രാമയിലൂടെ പറയുന്നത്. ലിസൺ ടു ദ മൗണ്ടെയിൻ, പർവ്വതത്തെ ശ്രവിക്കൂ. ഈ പാഠഭാഗം ഒരു നാടകമാണ്, ഒരു ഡ്രാമയാണ്. ഒരു ഡ്രാമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെറ്റിംഗ്സിൽ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗിലൂടെ ഒരു കഥയെ കൺവേ ചെയ്യുന്നതിനെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഡ്രാമയിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. ഗ്രാൻഡ് മദർ നാരായൺ, സ്കൂൾ ഹെഡ് മാസ്റ്റർ. നാരായൺ എന്ന് പറയുന്നത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. രാമണ്ണ, ടീ ഷോപ്പ് ഓണർ, ഒരു ചായക്കടക്കാരനാണ് രാമണ്ണ. ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ, വില്ലേജ് മെൻ, ആ വില്ലേജിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ. സാഗർ, ബിൽഡിംഗ് കോൺട്രാക്ടർ. ദീക്ഷിത്, മില്ലനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ്. ദീക്ഷിത് എന്ന് പറയുന്നത് ഒരു ലക്ഷപ്രഭുവും ആൻഡ് എൻ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരു വ്യവസായി കൂടിയാണ്. ഇനി ഈ ഡ്രാമയുടെ സെറ്റിംഗ്സ് നോക്കാം. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. ഈ നാടകം നടക്കുന്നത് ഒരു വില്ലേജിലാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത് പർവ്വതങ്ങളും മരങ്ങളും പുഴയും അടങ്ങുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു നാട്ടിൻപുറത്തിന്റെ കാഴ്ചയാണ്. സീൻ 1 and 4 are enacted in front of the curtain. ഈ നാടകത്തിൽ ആകെ 5 സീനുകളാണുള്ളത്. അതിൽ 1ാമത്തെയും 4ാമത്തെയും സീന് ആക്ട് ചെയ്യുന്നത് കേർട്ടന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. ഇവിടെ സ്റ്റേജിൽ കേർട്ടൻ കാണാം. ഇതിലെ കേർട്ടൻ ഉയർത്താതെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 1ാമത്തെയും 4ാമത്തെയും സീന് എനാക്ട് ചെയ്യുന്നത്. The curtain rises for scenes 2nd, 3rd and 5th. 2, 3, 5 തുടങ്ങിയ സീനുകൾക്ക് കേർട്ടൻ റൈസ് ചെയ്തുകൊണ്ട്, കേർട്ടൻ പൊക്കിക്കൊണ്ട് സ്റ്റേജിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, 2ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും സീനുകൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ ആകെ 5 സീനുകളാണ്. അതിലെ 1ഉം 4ഉം കേർട്ടൻ പൊക്കാതെ കേർട്ടന്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2ഉം 3ഉം 5ഉം സീനുകൾ നടക്കുന്നത് കേർട്ടൻ റൈസ് ചെയ്ത് സ്റ്റേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സീൻ 1 നടക്കുന്നത് സ്റ്റേജിന്റെ
ഫ്രണ്ടിലാണ് നടക്കുന്നത്. കേർട്ടൻ താഴ്ത്തിയിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ്, ഹോബിൾസ് ടു ദ സെന്റർ in front of the curtain and speaks to the audience in a slow, deliberate voice. ഗ്രാൻഡ്മദർ സ്റ്റേജിന്റെ വലതുവശത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്നു. ഹോബിൾസ് ടു ദ സെന്റർ, എന്നിട്ട് സ്റ്റേജിന്റെ നടുഭാഗത്തേക്ക് ഹോബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വാക്ക് ഇൻ ആൻ അൺഈവൻ മാനർ, ലിംപ് മുടന്തി നടക്കുക, അതായത് മുടന്തി സ്റ്റേജിന്റെ നടുഭാഗത്തേക്ക് നടക്കുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ കേർട്ടൻ ആൻഡ് സ്പീക്സ് ടു ദ ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. ആ കേർട്ടന്റെ മുമ്പിലായിട്ട് ഓഡിയൻസിനോട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സാവധാനം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓഡിയൻസിനെയാണ് ഇവിടെ ഗ്രാൻഡ് മദർ അഭിമുഖീകരിക്കുന്നത്. ഗ്രാൻഡ് മദർ പറയാണ്, ഐ എം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഞാനൊരു മുതുമുത്തശ്ശിയാണ്. I was born at the turn of the century when there were no motor cars, no aeroplanes, no television, no movies and much less noise. ഞാൻ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജനിച്ചത്. I was born at the turn of the century. ഞാൻ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജനിച്ചത്. When there were no motor cars, no aeroplanes, no television, no movies and much less noise. ആ കാലഘട്ടത്തിൽ ഇവിടെ മോട്ടോ കാസുകളോ എയ്റോപ്ലെയിൻസോ ടെലിവിഷൻസോ സിനിമകളോ കൂടുതൽ ശബ്ദങ്ങളും ഉണ്ടായിരുന്നില്ല. പോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സംസാരം ഒന്ന് നിർത്തുകയാണ്. അതിനുശേഷം ഐ വാസ് ബോൺ ഹിയർ, ഗ്രൂ അപ്പ്, മാരീഡ് ആൻഡ് ഹാഡ് മൈ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഞാൻ ഇവിടെയാണ് ജനിച്ചത്, ഞാൻ ഇവിടെയാണ് വളർന്നത്, ഞാൻ ഇവിടെ തന്നെയാണ് കല്യാണം കഴിച്ചതും എനിക്ക് കുട്ടികൾ ഉണ്ടായതും എനിക്ക് പേരക്കുട്ടികളുണ്ടായതും എനിക്ക് പേരക്കുട്ടികളുടെ കുട്ടികളുണ്ടായതും. ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കുട്ടികൾക്കും കുട്ടികളുണ്ടായതും ഇവിടെ തന്നെയാണ്. അതായത് ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും എനിക്ക് മക്കൾ ഉണ്ടായതൊക്കെ ഇവിടെ തന്നെയാണ്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്, എന്റെ ജീവിതം മുഴുവനും ഞാൻ ജീവിച്ചു തീർത്തത് ഇവിടെയാണ്. ഹിയർ, ദിസ് വില്ലേജ്, ഈ ഗ്രാമത്തിൽ, ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി, ഈ ധർമ്മഗിരിയുടെ താഴ്വരയിലാണ് ഞാൻ ജീവിച്ചത്. ദ റിവർ, ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ ഓൾ മൈ ഫ്രണ്ട്സ്. ഇവിടെയുള്ള പുഴകളും മരങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ്, എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ബട്ട് എ ഹാപ്പി വൺ, വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു. പോസസ്, വീണ്ടും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ നൗ ഐ ആം ഓൾമോസ്റ്റ് 90. ഇപ്പോ എന്റെ വയസ്സ് ഏകദേശം 90 ആയിട്ടുണ്ട്. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എന്റെ പേരക്കുട്ടിയായിട്ടുള്ള നാരായൺ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ട്. പോസ്, വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ ഷാൽ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ നിങ്ങളോട് പറയട്ടെ എന്താണ് ആ വാർത്ത എന്നുള്ളത്? വെയിറ്റ്, കാത്തിരിക്കൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻ. ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ്. അവർ സ്റ്റേജിൽ നിന്നും മുടന്തി നടന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഗ്രാൻഡ് മദറിനോട് ഗ്രാൻഡ് സൺ ആയിട്ടുള്ള നാരായൺ ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഗ്രാൻഡ് മദറുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഗ്രാൻഡ് മദർ പറയാണ്, കണ്ടു നോക്കാം എന്താണ് ആ ഷോക്കിംഗ് ന്യൂസ് എന്നുള്ളത്. എൻറ്റർ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദ അതർ. സ്റ്റേജിന്റെ ഒരു വശത്തിൽ നിന്നും രാംനാരായണനും മറുവശത്തിൽ നിന്നും സാഗറും പ്രവേശിക്കുന്നു. ദ മീറ്റ് സെന്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. അവർ രണ്ടുപേരും സ്റ്റേജിന്റെ നടുവിലെത്തുമ്പോൾ പരസ്പരം ആശീർവദിക്കുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. നാരായൺ, എന്നിട്ട് നാരായൺ പറയുന്നു, വെൽക്കം ടു അവർ വില്ലേജ്, ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം, ഞാൻ ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ് ടു മീറ്റ് യു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും സാഗർ ആണ്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നാരായൺ, വെൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ. അപ്പൊ നാരായൺ പറഞ്ഞു, നമുക്കൊരു ചായ കുടിച്ചാലോ, എന്റെ കൂടെ ചായ കുടിക്കാൻ വരുന്നോ ചോദിക്കുന്നു. രാമണ്ണാസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്, പ്ലീസ് കം. ഈ റോഡിന്റെ മറുവശത്താണ് രാമണ്ണയുടെ ചായക്കട, പ്ലീസ് കം, എന്റെ കൂടെ വരൂ. സാഗർ, താങ്ക് യു. ദേ ലീവ് ടുഗദർ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, സ്റ്റേജിൽ നിന്നും എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സീൻ 2, കേർട്ടൻ റൈസസ്. രണ്ടാമത്തെ സീൻ, കേർട്ടൻ പൊക്കുന്നു. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. സീൻ 2ന്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് രാമണ്ണയുടെ ടീ ഷോപ്പിലാണ് നടക്കുന്നത്. സ്മോൾ ചെയർഫുൾ ഹോട്ടൽ വിത്ത് 2 ടേബിൾസ് ആൻഡ് സെവറൽ ചെയർസ്. വളരെ ചെറിയ സന്തോഷം നിറഞ്ഞ ഒരു ഹോട്ടലാണ്. വിത്ത് 2 ടേബിൾസ് ആൻഡ് സെവറൽ ചെയർസ്. 2 ടേബിൾസും കുറെ അധികം കസേരകളും അടങ്ങുന്ന
ഒരു ടീ ഷോപ്പാണ് രാമണ്ണയുടേത്. ട്രാൻസിറ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ. രാമണ്ണയുടെ കാഷ് കൗണ്ടറിന്റെ അവിടെ ഒരു ട്രാൻസിറ്റർ റേഡിയോ ഉണ്ട്. ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലെയറിംഗ്. അതിൽ നിന്നും സിനിമാ ഗാനം മുഴങ്ങിക്കേക്കുന്നു. കോൺവെർസേഷൻ ഓപ്പൺസ്. സംഭാഷണം തുടങ്ങുമ്പോൾ മ്യൂസിക് ഫെയ്ഡ്സ്. മ്യൂസിക് എന്ത് ചെയ്യുന്നു? മങ്ങുന്നു. മ്യൂസിക്കിന്റെ സൗണ്ട് താഴ്ന്നു പോകുന്നു. സാഗർ സിറ്റിംഗ്. സാഗർ ഇരുന്നു കൊണ്ട് പറയാണ്, യെസ് താങ്ക് യു, ഐ ഹാവ് ടീ. ഞാൻ ചായ കുടിച്ചോളാം. മൂവ്ഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. യുനോ, നിങ്ങൾക്ക് അറിയുമോ, ഒരു 2 ദിവസം മുമ്പാണ് ഞാൻ ഈ വില്ലേജിൽ എത്തിയത്. റെന്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റിന്റെ പുറകിൽ ഞാനൊരു വീട് വാടകയ്ക്കെടുത്തു. ബിറ്റ് പ്രിമിറ്റീവ്. ഇച്ചിരി പ്രാകൃതമാണ്, അത്ര പരിഷ്കൃതമായിട്ടുള്ള ഒരു റൂമൊന്നും അല്ല. ബട്ട് ഇറ്റ് വിൽ ഡു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. ലോബ്സ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഇറ്റ് വിൽ ഡു മീൻസ് ഇൽ അഡ്ജസ്റ്റ് ഇറ്റ്. ഐ ആം ഓൺലി ഹിയർ ഫോർ 6 months. താങ്ക് ഗുഡ്നെസ്. ഞാൻ ഇവിടെ വെറും 6 മാസത്തിന് വേണ്ടി മാത്രമാണ്. താങ്ക് ഗോഡ് എന്നെന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു. രാമണ്ണ ക്യൂരിയസ്ലി. അപ്പൊ രാമണ്ണ വളരെ ജിജ്ഞാസയോടുകൂടെ, ക്യൂരിയസ്ലി മീൻസ് ഇൻ എ വേ ദാറ്റ് ഷോസ് ഈഗർനെസ് ടു നോ സംതിങ്, വളരെ ജിജ്ഞാസയോടുകൂടെ പറയാണ്, ഹാവ് യു കം ഓൺ യുവർ ബിസിനസ്? എന്തിനാ 6 മാസം നിങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്യാനാണോ വന്നിട്ടുള്ളത്? സാഗ വിത്ത് എ സ്നീർ. ഒരു പുച്ഛഭാവത്തിലുള്ള പുഞ്ചിരിയോടുകൂടെ. സ്നീർ മീൻസ് ടു സ്മൈൽ കണ്ടംപ്റ്റസ്ലി. യാ, why will I come to a sleepy little dump like this if not for business? ഒരു ബിസിനസ്സിനല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു വേസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ എന്തിനാ വരുന്നേ? വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. എ 5-star ഹോട്ടൽ, ഒരു 5 നക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ സാഗർ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, അദ്ദേഹം ഒരു 5-star ഹോട്ടൽ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. രാമണ്ണ സെർവിംഗ് ടീ. എ 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലോ? അതിശയത്തോടു കൂടെ രാമണ്ണ ചോദിച്ചു. സാഗർ പ്രൗഡ്ലി, യാ, എ ഫാബുലസ് മൾട്ടി സ്റ്റോർഡ് ഹോട്ടൽ. ഒരു അതിമനോഹരമായിട്ടുള്ള ബഹുനില ഹോട്ടൽ. 300 റൂംസ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ തിയേറ്റേഴ്സും ഹെൽത്ത് ക്ലബും സ്വിമ്മിംഗ് പൂളും ഷോപ്പിംഗ് കോംപ്ലക്സും 300 മുറികളും അടങ്ങുന്ന ഒരു വലിയ ഹോട്ടൽ. അഭിമാനത്തോടുകൂടെ സാഗർ പറഞ്ഞു. നാരായൺ സർപ്രൈസ്ഡ്, അതിശയത്തോടുകൂടി, ബട്ട് ഹൗസ് ഈസ് എ സ്മോൾ വില്ലേജ്, ഓൺലി 500 പീപ്പിൾ ലീവ് ഹിയർ. ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത് വളരെ ചെറുതാണല്ലോ, വെറും 500 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. വാട്ട് വിൽ വി ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്? 300ഓളം മുറികളുള്ള ഒരു ഹോട്ടൽ കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുക? കാരണം ഇവിടെ ആകെ 500 പേരേ ഉള്ളൂ ഈ ഗ്രാമത്തിൽ. സോ വിത്ത് 300 റൂംസ് വാട്ട് വിൽ ഡു? ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് നാരായൺ ചോദിച്ചു. സാഗർ അഡ്രസ്സിംഗ് ദ ഓഡിയൻസ്. ഓഡിയൻസിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, വില്ലേജ് ഫോക്ക് ദേ ആർ ഡംപ്. ഗ്രാമവാസികൾ ദേ ആർ ഡംപ്, അവർ വിഡ്ഢികളാണ്. ഇവിടെ ഡംപ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് വിഡ്ഢികൾ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ടു നാരായൺ. എന്നിട്ട് അതിനുശേഷം നാരായണന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറയാൻ, ടൂറിസം മാൻ, ടൂറിസത്തിന് വേണ്ടിയിട്ടാണ്. റൈസ് ഫ്രം ദ ചെയർ, ടോക്സ് ഇൻ ആൻ എക്സൈറ്റഡ് വോയിസ്. അതിനുശേഷം സാഗർ തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഇച്ചിരി കൂടി ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. ദിസ് ഈസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി, ഒരു താഴ്വരയുടെ കൃത്യമായിട്ടും നടുവിൽ നിലകൊള്ളുന്ന ഒരു ഗ്രാമം. ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഈസ് ദ ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ. നിങ്ങളുടെ വില്ലേജിലൂടെ ഒഴുകുന്ന ഈ പുഴ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല വെള്ളമുള്ള പുഴയാണ്. സ്വീപ്സ് ഹിസ് ആംസ് ആസ് ഹി സ്പീക്സ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. സ്വീപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്. അദ്ദേഹത്തിന്റെ കൈകൾ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആൻഡ് അപ് ദ ധർമ്മഗിരി മൗണ്ടെയിൻ സച്ച് എ ഗോർജിയസ് ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. ധർമ്മഗിരി മൗണ്ടെയിന്റെ മുകളിൽ സച്ച് എ ഗോർജിയസ്, എന്തോ ഒരു അതിമനോഹരമായിട്ടുള്ള ബ്രെത്ത് ടേക്കിംഗ് മീൻസ് അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. ദ വാട്ടർഫോൾസ്, ട്രീസ്, ദ വൈൽഡ് ലൈഫ്, വെള്ളച്ചാട്ടവും മരങ്ങളും വന്യജീവികളും. മാവലസ്, സിംപ്ലി മാവലസ്, അതിമനോഹരം തന്നെയാണ്, അതിശയം തന്നെയാണെന്ന് അദ്ദേഹം പറയാണ്. The plan is to build a 5-star hotel right there on top of Dharmagiri overlooking your village. നിങ്ങളുടെ വില്ലേജിലേക്ക് അഭിമുഖമാക്കിക്കൊണ്ട് ധർമ്മഗിരി എന്ന് പറയുന്ന മൗണ്ടെയിന്റെ മുകളിൽ ഒരു 5-star ഹോട്ടൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. പോയിന്റിംഗ് ടു ദ മൗണ്ടെയിൻ. അദ്ദേഹം പോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വിരലുകൊണ്ട് ഇങ്ങനെ
ചൂണ്ടിക്കാണിക്കുക. പോയിന്റിംഗ് ടു ദ മൗണ്ടെയിൻ, ധർമ്മഗിരി മൗണ്ടെയിനിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്. ഫന്റാസ്റ്റിക്, മനോഹരമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ധർമ്മഗിരി മൗണ്ടെയിനിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു, ടൂറിസത്തിന്റെ പേർപ്പസിൽ. നാരായൺ ഷോക്ഡ്, ആകെ ഷോക്കിംഗ് ആയിട്ട് നാരായൺ പറയാണ്, ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ ബിൽറ്റ് 300 years ago. അപ്പൊ വളരെ ഷോക്കിംഗ് ആയിട്ട് നാരായൺ പറയാണ്, ഞങ്ങൾക്ക് ധർമ്മഗിരി മൗണ്ടെയിന്റെ മുകളിലുള്ള ആകെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ ആണ്. ബിൽറ്റ് 300 years ago, 300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു ടെമ്പിൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ ഒരു ഷോക്കിംഗ് ആയിട്ട് നാരായൺ റെസ്പോണ്ട് ചെയ്യാണ്. രാമണ്ണ, ദ മൗണ്ടെയിൻ ഈസ് സാക്രഡ് ടു അസ്. ഈ പർവ്വതം ഞങ്ങൾക്ക് വളരെയധികം പവിത്രമാണ്. The river which starts there flows down and sustain our crops. ധർമ്മഗിരി മൗണ്ടെയിൽ നിന്നും തുടങ്ങി ഒഴുകുന്ന ഈ പുഴ ഞങ്ങളുടെ ക്രോപ്സുകളെയൊക്കെ, ഞങ്ങളുടെ കൃഷിയെയൊക്കെ എന്ത് ചെയ്യുന്നു, നിലനിർത്തുന്നു. Our lives, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കൃഷിയും നിലനിർത്തുന്നത് ഈ പുഴയാണ്. How can you build a hotel there? എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ കഴിയുക എന്ന് രാമണ്ണ ചോദിച്ചു. നാരായൺ, there is only a narrow winding path to the top. ധർമ്മഗിരി മൗണ്ടെയിനിലേക്ക് പോവാൻ വളരെ ഇടുങ്ങിയ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. യോർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. നിങ്ങളുടെ വാഹനങ്ങൾക്കൊന്നും മുകളിലോട്ട് പോവാൻ കഴിയില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസസ് ഇൻക്ലൂഡിംഗ് മൈൻ വിച്ച് ആർ അലോങ് ദ സ്ലോപ്സ്? എന്താണ് അവിടെയുള്ള വീടുകൾക്ക് സംഭവിക്കുക? എന്റെ ഉൾപ്പെടെയുള്ള വീടുകൾക്ക്, വിച്ച് ആർ അലോങ് ദ സ്ലോപ്സ്, അവ ആ താഴ്വരയിലാണ്. അതായത് ആ താഴ്വരയിൽ നിലകൊള്ളുന്ന എന്റേതടങ്ങുന്ന വീടുകൾക്ക് എന്ത് സംഭവിക്കും ചോദിച്ചു. മാത്രമല്ല അങ്ങോട്ട് പോകുന്ന വഴി വളരെ ഇടുങ്ങിയതാണ്. സാഗർ, ദർ ഇസ് നത്തിങ് ടു വറി. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഐ ക്യാൻ ടെൽ യു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദിസ് ഹോട്ടൽ ഈസ് ബീങ് ബിൽറ്റ് ബൈ ദീക്ഷിത്. ഈ ഹോട്ടൽ നിർമ്മിക്കപ്പെടുന്നത് ദീക്ഷിത് ആണ്. ഹെഡ് ഓഫ് ഹിം, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദ മില്ലനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്നുള്ള ലക്ഷപ്രഭുവായിട്ടുള്ള ഒരു വ്യവസായിയാണ് ദീക്ഷിത്. കേട്ടിട്ടുണ്ടോ ചോദിച്ചു. ഹി ഹാസ് ദ ഓക്കെ ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ച്ഡ് ദ ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്. അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്നും പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ച്ഡ് മീൻസ് ടു സക്സീഡ് ഇൻ വിന്നിംഗ് സംതിങ്, നേടിയെടുക്കുക. ദ ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്, ഇത് നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് നേടിയെടുത്തിട്ടുള്ളത് എന്റെ സ്ഥാപനമാണ്. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. ഐ ഹാവ് കം ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഈ ജോലികൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ഹോട്ടൽ നിർമ്മിക്കുന്നത് ദീക്ഷിത് ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് നേടിയെടുത്തിരിക്കുന്നത് ഞാനാണെന്ന് സാഗർ പറഞ്ഞു. രാമണ്ണ, അജിറ്റേറ്റഡ് മീൻസ് മേക്ക് സംവൺ ട്രബിൾ ഓർ നെർവസ്. വളരെയധികം ദേഷ്യത്തോടു കൂടെ, അരേ നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട് ഇറ്റ്. വില്ലേജിലെ ആരോടും തന്നെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. ഗ്രാമവാസികൾ, ഇവിടെ ഗ്രാമത്തിലുള്ളവർ ആർക്കും ഇത് ഇഷ്ടാവില്ല. ഐ നോ ദ വിൽ നോട്ട്. എനിക്കറിയാം അവർക്ക് ആർക്കും ഇത് ഇഷ്ടാവില്ല. ഇങ്ങനെ ഒരു ഹോട്ടല് ഈ ഗ്രാമത്തിൽ വരുന്നത് ആർക്കും ഇഷ്ടമാവില്ല. ഞങ്ങളോട് നിങ്ങളിത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് രാമണ്ണ പറഞ്ഞു. സാഗർ, ഹോട്ടിലി മീൻസ് ഇൻ എ പ്രൗഡ് മാനർ. അഭിമാനത്തോടുകൂടെ സാഗർ പറയാണ്, ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ് മീൻസ് അജ്ഞത. അതായത് ഗ്രാമവാസികൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ അനുവദിക്കാത്തത് എന്നുള്ള രീതിയിൽ അജ്ഞത എന്ന് പറയുകയാണ്. ദ വില്ലേജ് വിൽ നോട്ട് ബി ഹാർംഡ് ഇൻ എനി വേ. ഈ ഗ്രാമത്തിന് ഒരു വിധേനയും ഒരു കേടുപാടുകളും സംഭവിക്കില്ല. കാണ്ട് യു സീ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വെൻ വി വൈഡൻ ദ റോഡ് ടു ഗോ അപ്പ് ദ ഹിൽ ആൻഡ് മേക്ക് ഇറ്റ് എ ടാർ റോഡ്, സം ഹൗസസ് വിൽ നാച്ചുറലി ബി നോക്ക്ഡ് ഡൗൺ. ഞങ്ങൾ ഈ കുന്നിൻ മുകളിലേക്കുള്ള റോഡിന് വീതി കൂട്ടി ഒരു ടാർ റോഡാക്കുമ്പോ സ്വാഭാവികമായിട്ടും കുറച്ച് വീടുകൾ എന്ത് ചെയ്യേണ്ടി വരും? തകർക്കേണ്ടി വരും. നോക്ക് ഡൗൺ. വി വിൽ കോമ്പൻസേറ്റ് ഹാൻഡ്സംലി. കോമ്പൻസേറ്റ് മീൻസ് give someone something, typically money, in recognition of loss, suffering. നഷ്ടപരിഹാരം നൽകുക. ഞങ്ങൾ നഷ്ടപരിഹാരം നൽകും ഹാൻസംലി. ഡോണ്ട് യു വറി മാൻ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽ ഇൻ ദ കൺട്രി. ഈ രാജ്യത്ത് തന്നെയുള്ള ആഡംബര ഹോട്ടലുകളിൽ ഏറ്റവും നല്ല ഹോട്ടൽ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ടൂറിസ്റ്റ് വിൽ pour into your village. നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തും. എസ്പെഷ്യലി റിച്ച് വൺസ്. പ്രത്യേകിച്ചും പണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തും എന്ന് സാഗർ പറഞ്ഞു. നാരായൺ ഡൗട്ട്ഫുള്ളി, സംശയത്തോടെ കൂടെ ചോദിക്കുകയാണ്, where are the men to build your hotel? നിങ്ങളുടെ ഹോട്ടൽ നിർമ്മിക്കാനുള്ള ആളുകളൊക്കെ എവിടെയാണ്? ലേബേഴ്സ് എവിടെയാണ് ചോദിച്ചു. where is the machinery?
അതിനുള്ള സാധന സാമഗ്രികളൊക്കെ എവിടെയാണ്, അതിനുള്ള മെഷീൻസ് ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചു. സാഗർ ലോഫിംഗ്, ചിരിച്ചുകൊണ്ട് പറയാണ്, ഇറ്റ്സ് ഓൾ അറേഞ്ച്ഡ് മാൻ, ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ദീക്ഷിത് ഡസ് നോട്ട് വേസ്റ്റ് ടൈം, ദീക്ഷിത് ഒരിക്കലും സമയം ചെലവഴിക്കില്ല. ദീക്ഷിത് എന്ന് പറഞ്ഞത് ആ ഹോട്ടൽ നിർമ്മിക്കുന്ന വ്യവസായിയാണ്. ഹി ഹാസ് ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാൻ കഴിയും. അതിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സ്നാപ്പ് ഹിസ് ഫിംഗേഴ്സ്, പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്റെ കൈ വിരൽ ഞൊടിക്കുകയാണ് ചെയ്യുന്നത്. സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ കൈവിരൽ ഞൊടിക്കുക. ടുമോറോ ലോറീസ് ആൻഡ് ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെന്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. നാളെ ലോറികളും ട്രക്സുകളും ഒക്കെ സിമെന്റുകളും കല്ലുകളും സ്റ്റീലുകളും മാർബിൾസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ലോറീസ് കടന്നു വരും. വി ആർ ബ്രിങ്ങിങ് ദ ലേബേഴ്സ്, അഫ്കോഴ്സ് ഞങ്ങൾ ജോലിക്കാരെയും കൊണ്ടുവരുന്നുണ്ട്. എ ഫ്യൂ ഹൺഡ്രഡ്, നൂറുകണക്കിന് ആളുകളെ ജോലിക്കാരായിട്ടും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പെട്ടെന്ന് ജോലി തുടങ്ങാൻ വേണ്ടി എല്ലാം തയ്യാറായിട്ടുണ്ടെന്ന് സാഗർ പറഞ്ഞു. അപ്പൊ നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ രാമണ്ണ പറയാണ്, എ ഫ്യൂ ഹൺഡ്രഡ്, നൂറുകണക്കിനോ? Where will they stay? എവിടെയാണ് ഇവരൊക്കെ താമസിക്കുക? സാഗർ, we'll put up temporary dwelling for them at the foot of the hill. ഈ കുന്നിന്റെ താഴ്വരയിൽ ഞങ്ങൾ അവർക്ക് താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കും. യു നോ, സം ടെമ്പററി ഷാക്സ്, കുറച്ച് താൽക്കാലികമായിട്ടുള്ള ഷാക്സ്. ഷാക്സ് എന്ന് പറഞ്ഞാൽ ഹട്ട്, കുടിലുകൾ. നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമല്ല. നാരായൺ, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? അപ്പൊ നാരായൺ ചോദിക്കും, നിങ്ങൾ അർത്ഥമാക്കുന്നു നിങ്ങൾ ഇവിടെ ചേരികൾ ഉണ്ടാക്കുകയാണോ? സാഗർ shrugging. Shrugging means raise one's shoulders slightly to express doubt, ignorance or indifference. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഷോൾഡേഴ്സ് ഇങ്ങനെ പൊക്കിയിട്ട് ഒരു അവജ്ഞയോടുകൂടെ സംസാരിക്കുകയാണ്. വെൽ, ദാറ്റ് ഈസ് വാട്ട് ദേ ആർ യൂസ്ഡ് ടു മാൻ. അവരങ്ങനെയാണ് താമസിക്കാറുള്ളത്. ദേ ലിവ് ലൈക്ക് റാറ്റ്സ്, അവർ എലികളെ പോലെയാണ് ജീവിക്കുക. ഡോണ്ട് യു നോ, നിങ്ങൾക്ക് അറിയില്ലേ? ദേ ആർ ജസ്റ്റ് ലേബേഴ്സ്, അവർ എലികളെ പോലെയാണ്, അവര് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് താമസിക്കുക എന്ന് പറഞ്ഞു. നാരായൺ annoyed, ദേഷ്യത്തോടുകൂടെ നാരായൺ പറയാണ്, മിസ്റ്റർ സാഗർ, ഐ സ്ട്രോങ്ലി അപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. നിങ്ങളുടെ ധർമ്മഗിരിയിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കാനുള്ള ഈ പ്ലാനിനെ ഞാൻ അതിശക്തമായിട്ട് എതിർക്കുന്നു. ഐ വിഷ് വി ദ വില്ലേജേഴ്സ് ഹാഡ് ബീൻ കൺസൾട്ടഡ് ഫേസ്റ്റ്. ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ വില്ലേജേഴ്സിനോട് നിങ്ങൾ ആദ്യം കൂടിയാലോചിക്കേണ്ടിയിരുന്നു. കൺസൾട്ടഡ് മീൻസ് കൂടിയാലോചിക്കുക. മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് us what we felt about it. മിസ്റ്റർ ദീക്ഷിത്തിന് ഞങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് ചോദിക്കേണ്ടിയിരുന്നു. വളരെ ദേഷ്യത്തോടുകൂടെ നാരായൺ എന്തിയാണ് പറയാണ് ചെയ്യുന്നത്. അതായത് നാരായൺ വളരെ സ്ട്രോങ് ആയിട്ട് ഇവരുടെ ഒരു ഹോട്ടൽ ധർമ്മഗിരി മൗണ്ടൈന്റെ മുകളിൽ നിർമ്മിക്കുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സാഗർ കണ്ടംപ്റ്റസ്ലി, പുച്ഛഭാവത്തോടുകൂടെ പറയാൻ, ഡോണ്ട് മേക്ക് മീ ലോഫ് മാൻ, എന്നെ ചിരിപ്പിക്കല്ലേ. Mr. Dixit, the multi-millionaire owner of 24 cinema houses. Dixit, the multi-millionaire, ലക്ഷപ്രഭുവായിട്ടുള്ള ദീക്ഷിത്, ഓണർ ഓഫ് 24 സിനിമ ഹൗസസ്. അദ്ദേഹം 2 ഡസനോളം സിനിമാ ഹൗസുകളുടെ ഓണർ ആയിട്ടുള്ള 5 ലക്ഷറി ഹോട്ടൽസ്, 5 ലക്ഷറി ഹോട്ടൽസും 3 ഡ്രഗ് കമ്പനീസ്, 3 മരുന്ന് കമ്പനികളും, ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ബിസ്ക്കറ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെയൊക്കെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ ദീക്ഷിത്. ഹു ഓൺസ് 5 മാൻഷൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 5 വലിയ കൊട്ടാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാൻഷൻസ് എന്ന് പറഞ്ഞ ബിഗ് ബിൽഡിംഗ്സ്. യു വോണ്ട് ഹിം ടു കൺസൾട്ട് യു? ഇത്രയും പണക്കാരനായിട്ടുള്ള അദ്ദേഹം നിങ്ങളോട് കൂടി ആലോചിക്കണമെന്നോ? പോസസ്, ഇച്ചിരി നേരം സംസാരം നിർത്തി. സ്റ്റോപ്പ് ഈസ് ടോക്കിംഗ്. ലുക്ക് മാൻ, ഇറ്റ് ഈസ് ഹിസ് മണി, ഇത് ഇദ്ദേഹത്തിന്റെ കാശാണ്. ഹിസ് ഐഡിയ, ഹിസ് എഫേർട്ട്, അദ്ദേഹത്തിന്റെ ആശയമാണ്, അദ്ദേഹത്തിന്റെ എഫേർട്ടാണ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ്. യു വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നിങ്ങൾ ഗ്രാമവാസികൾക്ക് ഇതുമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ വളരെ പുച്ഛത്തോടുകൂടെ ഇത്രയും കാശുള്ള ദീക്ഷിത് നിങ്ങളോട് കൺസൾട്ട് ചെയ്യണമോ എന്ന് സാഗർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. രാമണ്ണ റഫിൾഡ് മീൻസ് ടു ഗ്രോ റഫ് ഓർ ടർബുലന്റ്. ഇച്ചിരി ദേഷ്യത്തോടുകൂടെ പറയാണ്, യു ഡോണ്ട് നോ അസ്, നിനക്ക് ഞങ്ങളെ അറിയില്ല. വി സെർട്ടൻലി ഹാവ് സംതിങ് ടു ഡു വിത്ത്, ഞങ്ങൾ ഇതിൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ള വളരെ ദേഷ്യത്തോടുകൂടെ രാമണ്ണ പറയുകയാണ്. ഞങ്ങൾ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അദ്ദേഹം പറയാണ്. കേർട്ടൻ ഫോൾസ്, കേർട്ടൻ താഴെ വീഴുന്നു. ഇവിടെ രണ്ടാമത്തെ സീൻ എന്ത് ചെയ്യാണ്, അവസാനിക്കുന്നു. സീൻ 3. ഇനി മൂന്നാമത്തെ സീന്. കേർട്ടൻ റൈസസ്, കേർട്ടൻ മുകളിലോട്ട് പൊങ്ങുന്നു. രാമണ്ണാസ് ടീ ഷോപ്പ്. മൂന്നാമത്തെ സീന് നടക്കുന്നത് രാമണ്ണയുടെ ടീ ഷോപ്പിലാണ്. നാരായൺ, രാമണ്ണ, ശാസ്ത്രി, രുദ്രപ്പ ആൻഡ് കണ്ണൻ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി.
ഇവര് ആവേശത്തോടുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരായൺ, ഫ്രണ്ട്സ് വി മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി. നമ്മൾ ഈ വിഷയം വളരെ ശാന്തമായിട്ട് ചർച്ച ചെയ്യണം. ലെറ്റ്സ് ഹിയർ വാട്ട് ഈച്ച് വൺ ഹാസ് ടു സേ. നമുക്ക് കേൾക്കാം നമ്മളിൽ ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളതെന്നുള്ളത്. രാമണ്ണ, യു സ്പീക്ക് ഫസ്റ്റ്. നീ ആദ്യം സംസാരിക്കൂ. അപ്പൊ രാമണ്ണ, ഇറ്റ് ഈസ് എ ഫൂളിഷ് ഐഡിയ. ഇതൊരു വിഡ്ഢിത്തരം നിറഞ്ഞ ആശയമാണ്. വൈ ഡു വി നീഡ് എ 5-star ഹോട്ടൽ ഇൻ ദിസ് വില്ലേജ്? നമ്മുടെ ഈ ഗ്രാമത്തിൽ നമുക്ക് എന്തിനാ ഒരു 5-star ഹോട്ടലിന്റെ ആവശ്യം? ഈസ് മൈ ഹോട്ടൽ ഈസ് ഗുഡ് ഇനഫ്? എന്റെ ഹോട്ടൽ നല്ലതല്ലേ? രാമണ്ണാസ് ടീ, രാമണ്ണാസ് കോഫി, രാമണ്ണാസ് ദോശ, വടാസ് ആൻഡ് ഇഡ്ലീസ്. രാമണ്ണയുടെ ചായയും രാമണ്ണയുടെ കോഫിയും ദോശയും ഇഡ്ലി ആൻഡ് വടാസ് നോട്ട് ഗുഡ് ഇനഫ് ഇസ് ഇറ്റ്? അത് നല്ലതല്ലേ? എന്റെ ഹോട്ടലിൽ കിട്ടുന്ന ദോശയും വടയും ചായയും കോഫിയും ഒക്കെ നല്ലതല്ലേ? പിന്നെ എന്തിനാ നമുക്ക് ഇവിടെ ഒരു 5-star ഹോട്ടലിന്റെ ആവശ്യമെന്ന് രാമണ്ണ ചോദിച്ചു. ശാസ്ത്രി, കൂൾ ഡൗൺ, ശാന്തനാവൂ രാമണ്ണ. യോ ദോസാസ് ആൻഡ് ഇഡ്ലീസ് ആർ അൺബീറ്റബിൾ. നിന്റെ ദോശകളും ഇഡ്ലിയൊന്നും ആർക്കും തകർക്കാൻ പറ്റൂല. യോ കോഫി ആൻഡ് ടീ ആർ ഫേമസ് ഇൻ ദിസ് വില്ലേജ് ആൻഡ് ബിയോണ്ട്. നിന്റെ ചായയും കോഫിയും ഒക്കെ ഈ വില്ലേജിലും ഇതിന് പുറത്തും വളരെയധികം പ്രശസ്തമാണ്. ഐ സർട്ടൻലി ഡോണ്ട് തിങ്ക് വി നീഡ് എ ഫാൻസി മൾട്ടി സ്റ്റോർഡ് ഹോട്ടൽ ടു കോമ്പീറ്റ് വിത്ത് യോർ ടീ ഷോപ്പ്. ഞാൻ ചിന്തിക്കുന്നില്ല നിന്റെ ടീ ഷോപ്പിനോട് മത്സരിക്കാൻ ഒരു മനോഹരമായിട്ടുള്ള ബഹുനില ഹോട്ടലിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതായത് ഇപ്പൊ രാമണ്ണയുടെ പേടി എന്ന് പറയുന്നത് തന്റെ ഹോട്ടലിന് ഭീഷണി ആവുമോ എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമണ്ണ ലുക്സ് അറൌണ്ട്. രാമണ്ണ ചുറ്റിനും നോക്കി പ്രൗഡ് ആൻഡ് ഹാപ്പി, വളരെ അഭിമാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും രാമണ്ണ ചുറ്റിലും നോക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൻ, ദിസ് ടീ ഷോപ്പ് ഈസ് ഫൈൻ ഫോർ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ടീ ഷോപ്പ് മതി. ബട്ട് ഇഫ് സംവൺ വാണ്ട്സ് ടു ബിൽഡ് എ ഗ്രാൻഡ് ഹോട്ടൽ ഐ ഡോണ്ട് സീ എനി ഹാം. ഇനി ഒരാൾക്ക് ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കണമെങ്കിൽ ഞാൻ അതിൽ കുറ്റമൊന്നും കാണുന്നില്ല. ഇറ്റ് വിൽ ബ്രിങ് ഇൻ ടൂറിസ്റ്റ്. ഇത് കുറെ അധികം ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. ടൂറിസ്റ്റ് മീൻസ് മണി. വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശാണ്. ആൻഡ് ഹൂ ഡസ് നോട്ട് നീഡ് മണി? ആർക്കാണ് കാശ് വേണ്ടാത്തത്? കണ്ണൻ ഇച്ചിരി ഫേവറായിട്ട് സംസാരിക്കുകയാണ്. അതായത് ആ ഹോട്ടൽ വരുന്നതിന് ഫേവറായിട്ട് സംസാരിക്കുകയാണ്. അപ്പോ ശാസ്ത്രി, കണ്ണൻ, യു ആർ റോങ്. നീ പറയുന്നത് തെറ്റാണ്. എ മൾട്ടി സ്റ്റോർഡ് ഹോട്ടൽ ക്യാൻ നെവർ കം അപ്പ് ഓൺ ധർമ്മഗിരി. ധർമ്മഗിരി മൗണ്ടെയിനിൽ ഒരു ബഹുനില ഹോട്ടൽ ഒരിക്കലും വരാൻ പാടില്ല. അപ്പൊ നാരായൺ, പസിൽഡ്, ആകെ ആശയക്കുഴപ്പത്തിലായി. വാട്ട് ഡു യു മീൻ നെവർ? എന്താ നീ അർത്ഥമാക്കുന്നത്? ഒരിക്കലും ഇല്ല. മിസ്റ്റർ സാഗർ ടോൾഡ് മീ ദാറ്റ് ലോറീസ് ആൻഡ് ട്രക്സ് വുഡ് സ്റ്റാർട്ട് അറൈവിംഗ് ടുമോറോ. നാളെ തന്നെ ലോറികളും ട്രക്സുകളൊക്കെ വരും എന്ന് എന്നോട് സാഗർ പറഞ്ഞിട്ടുണ്ട്. ദ ഫൗണ്ടേഷൻ വിൽ ബി ലെയ്ഡ് സൂൺ. ഇതിന്റെ അടിത്തറ വളരെ പെട്ടെന്ന് തന്നെ വെക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലോറീസും ട്രക്സും ഒക്കെ നാളെ തന്നെ വരും എന്ന് സാഗർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രി, വി ഹാവ് ഗോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. നമുക്കിത് നിർത്തണം, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. വി കനോട്ട് അലോ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻ. നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത ആളുകളെ ഒരിക്കലും നമ്മൾ ഈ മനോഹരമായിട്ടുള്ള മൗണ്ടെയിൻ തകർക്കാൻ അനുവദിച്ചുകൂടാ. റൂയിൻ മീൻസ് തകർക്കുക. There is another more urgent reason. വേറെ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ധർമ്മഗിരി cannot support a building that big. It is dangerous. ധർമ്മഗിരി മൗണ്ടെയിൻ ഇത്രയും വലിയൊരു ബിൽഡിങ്സിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഇത് വളരെ അധികം അപകടം നിറഞ്ഞതാണെന്ന് ശാസ്ത്രിയും പറഞ്ഞു. രാമണ്ണ, അപ്പോ ടീ ഷോപ്പ് ഓണർ ആയിട്ടുള്ള രാമണ്ണ ചോദിക്കുകയാണ്, വൈ ഡു യു സേ ഇറ്റ് ഈസ് ഡേഞ്ചറസ്? എന്തുകൊണ്ടാണ് നീ ഇത് അപകടം നിറഞ്ഞതാണെന്ന് പറയുന്നത്? ശാസ്ത്രി, മൈ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ വെൻ വി വർ ഗോയിങ് അപ്പ് ധർമ്മഗിരി ടു ദ ടെമ്പിൾ വൺസ്. ഒരിക്കൽ ഞങ്ങൾ ധർമ്മഗിരി ടെമ്പിളിലേക്ക് പോകുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൻ ദ ടെമ്പിൾ വാസ് ബിൽറ്റ് 300 years ago. 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ ടെമ്പിൾ നിർമ്മിച്ചപ്പോൾ they realized that the earth there could not hold a structure taller than 30 feet. 30 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരു സ്ട്രക്ചറിനെ താങ്ങാനുള്ള ശക്തി ധർമ്മഗിരി മൗണ്ടെയിൻസിന് ഇല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 300 വർഷം മുമ്പ് ടെമ്പിൾ അവിടെ നിർമ്മിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരു ബിൽഡിങ്ങിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ആ മൗണ്ടെയിൻ ഇല്ല എന്നുള്ളത്. ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ടു ഡിഗ് എ ടു ഡീപ് ഫോർ ഫൗണ്ടേഷൻ. ഇത് വളരെ അപകടം നിറഞ്ഞതാണ്. ടു ഡിഗ് എ ഡീപ് ഫോർ ഫൗണ്ടേഷൻ. ഡിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിക്കുക. അതായത് വളരെ ആഴത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം അപകടം നിറഞ്ഞതാണ്.
നാരായൺ എക്സൈറ്റഡ്. ദാറ്റ് ഈസ് ഓൾ ദ മോർ റീസൺ വൈ എ ഹോട്ടൽ കനോട്ട് ബി ബിൽറ്റ് ദെയർ. ഇതാണ് ഏറ്റവും വലിയ ഒരു കാരണം വൈ എ ഹോട്ടൽ കനോട്ട് ബി ബിൽറ്റ് ദെയർ. അവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കപ്പെടാൻ പറ്റില്ല എന്ന് പറയാനുള്ള പ്രധാന ഒരു കാരണം ഇതാണ്. കം ഓൺ, ലെറ്റ്സ് ടോക്ക് ടു മിസ്റ്റർ സാഗർ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇത് വളരെ വൈകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സാഗറിനോട് സംസാരിക്കാം, വരൂ എന്ന് നാരായൺ എല്ലാവരെയും ക്ഷണിച്ചു. കേർട്ടൻ ഫോൾസ്. ഇവിടെ മൂന്നാമത്തെ സീനും അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സീൻ 4 നേരത്തെ പറഞ്ഞ പോലെ സീൻ 4 കേർട്ടന്റെ ഫ്രണ്ടിലാണ് നടക്കുന്നത്. കേർട്ടൻ റൈസ് ചെയ്യാതെ കേർട്ടന്റെ ഫ്രണ്ടിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഗ്രാൻഡ് മദർ ഹോപ്പിൾസ് ഓൺ ടു സ്റ്റേജ്. ഗ്രാൻഡ് മദർ മുടന്തി സ്റ്റേജിലേക്ക് വരികയാണ് വിത്ത് നാരായൺ ആൻഡ് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കേർട്ടൻ. നാരായണന്റെ കൂടെ, എന്നിട്ട് ആ കേർട്ടന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഗ്രാൻഡ് മദർ ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. എന്നിട്ട് ഗ്രാൻഡ് മദർ നാരായണനോട് ചോദിച്ചു, പറയൂ എന്താണ് സംഭവിച്ചത്. നാരായൺ, ദ വില്ലേജേഴ്സ് ഡോണ്ട് വാണ്ട് എ ഹോട്ടൽ. നാരായൺ പറയാണ്, വില്ലേജേഴ്സിന് ഹോട്ടലിന്റെ ആവശ്യമില്ല. വി വെന്റ് ടു മിസ്റ്റർ സാഗർ ആൻഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് നോട്ട് ഓൺലി വുഡ് അവർ വില്ലേജ് ബി റൂയിൻ ബട്ട് ദ മൗണ്ടെയിൻ ഇറ്റ്സെൽഫ് വാസ് ഇൻ ഡേഞ്ചർ. ഞങ്ങൾ സാഗറിന്റെ അടുത്തേട്ട് പോവുകയും എന്നിട്ട് അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു, ഈ ഗ്രാമം മാത്രമല്ല തകർക്കപ്പെടുക, ഈ പർവ്വതം തന്നെ അപകടത്തിലാണെന്ന് അദ്ദേഹത്തോട് വിശദീകരിച്ചു. ദേ കനോട്ട് ഡിഗ് എ ഡീപ് ഫൗണ്ടേഷൻ ഓൺ ഇറ്റ്. ഈ മൗണ്ടെയിന്റെ മുകളിൽ ഒരു ആഴത്തിലുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കുഴിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. അതായത് ഇവര് എല്ലാവരും കൂടെ മിസ്റ്റർ സാഗറിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച കാര്യം ഗ്രാൻഡ് മദറിനോട് പറയാണ് ഇവർ ചെയ്യുന്നത്. ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് സാഗർ സേ? അപ്പൊ എന്താ സാഗർ പറഞ്ഞേ? നാരായൺ, ഹി വാസ് അനോയ്ഡ്. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടു. ഡു യു വില്ലേജ് പംകിൻസ് നോ മോർ ദാൻ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഫ്രം ദ ബിഗ് സിറ്റീസ്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വലിയ പട്ടണത്തിൽ നിന്നുള്ള ആർക്കിടെക്ട്സിനെക്കാളും എഞ്ചിനീയേഴ്സിനേക്കാളും, ബിൽഡിങ്ങിനൊക്കെ രൂപകൽപ്പന നൽകുന്ന ആർക്കിടെക്ട്സിനെക്കാളും എഞ്ചിനീയേഴ്സിനെക്കാളും നിങ്ങളുടെ ഗ്രാമീണരായിട്ടുള്ള വിഡ്ഢികൾക്കാണോ കൂടുതൽ അറിയുക എന്ന് ചോദിച്ചു. പംകിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് നോട്ട് വെരി ഇന്റലിജന്റ്. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ബുദ്ധിയില്ലാത്ത വിഡ്ഢികൾക്കാണോ പട്ടണത്തിൽ നിന്നുള്ള ആർക്കിടെക്ട്സിനെക്കാട്ടിലും എഞ്ചിനീയേഴ്സിനെക്കാളും ഒക്കെ കൂടുതൽ അറിയുക എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു. പോസസ്. എന്നിട്ട് കുറച്ചു നേരം പോസ് ചെയ്തിട്ട് ദെൻ സാഡ്ലി, വളരെ വിഷമത്തോടെ നാരായൺ പറയാണ്, ദേ ആർ സ്റ്റാർട്ടിംഗ് വർക്ക് ടുമോറോ. ഈ ഹോട്ടലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് നാളെയാണെന്നുള്ളത് നാരായൺ വളരെ വിഷമത്തോടു കൂടെ ഗ്രാൻഡ് മദറിനെ അറിയിച്ചു. ഗ്രാൻഡ് മദർ സാഡ്ലി, വളരെ വിഷമത്തോടു കൂടെ പറയാണ്, വോ വിൽ ദേ ഗോ ദ റാബിറ്റ്സ്, ദ ഡിയർ ആൻഡ് ദ പാട്രിച്ച്. എവിടെയാണ് മുയലുകളും മാനുകളും ആൻഡ് പാട്രിച്ച്? പാട്രിച്ച് എന്ന് പറഞ്ഞ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള പക്ഷിനെയാണ് പറയാ. ഈ പക്ഷികളൊക്കെ എവിടേക്കാണ് പോവുക? ഹൂ വിൽ ലിസൺ ടു ദേ പ്ലൈറ്റ്? ആരാണ് അവരുടെ വശം കേൾക്കുക? ഹൂ വിൽ ലിസൺ ടു അവർ റിവർ? ആരാണ് നമ്മളുടെ റിവറിനെ കേൾക്കുക? അവർ ക്ലീൻ ബ്യൂട്ടിഫുൾ സ്വീറ്റ് വാട്ടേർഡ് റിവർ. നമ്മുടെ തെളിഞ്ഞ മനോഹരമായിട്ടുള്ള മധുരമുള്ള വെള്ളമുള്ള ആ റിവറിനെ ആരാണ് കേൾക്കുക? ദാറ്റ് വിൽ നൗ ടേൺ ഫൗൾ വിത്ത് ഫിൽത്ത്. ഇനി ആ റിവർ മലിനമാവാൻ വേണ്ടി പോവുകയാണ്. ഫിൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ട്. അതായത് ഇനി മലിനമാകാൻ പോകുന്ന ആ റിവറിനെ ആരാണ് കേൾക്കുക? ആൻഡ് ഹൂ വിൽ ലിസൺ ടു ദ സോറോ ഓഫ് ധർമ്മഗിരി? ധർമ്മഗിരിയുടെ ദുഃഖം ആര് കേൾക്കും? വെൻ ഇറ്റ് ഈസ് മസാക്കേർഡ് ബൈ റോഡ്സ് ആൻഡ് ബേർഡൻ വിത്ത് ബിൽഡിങ്സ്. ആ ധർമ്മഗിരി റോഡുകൾ കൊണ്ട് കൊല ചെയ്യപ്പെടുമ്പോൾ, മസാക്കർ എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല ചെയ്യപ്പെടുക എന്നാണ് അർത്ഥം. ഇവിടെ ധർമ്മഗിരി നശിക്കുമ്പോൾ, ആൻഡ് ബേർഡൻഡ് വിത്ത് ബിൽഡിങ്സ്, കെട്ടിടങ്ങളുടെ ഭാരം കൊണ്ട് അവയെ തകർക്കപ്പെടുമ്പോൾ ആരാണ് ധർമ്മഗിരിയുടെ വിഷമത്തെ കേൾക്കുക? ദ നോയിസ്, ദ പൊല്യൂഷൻ, ശബ്ദങ്ങളും മലിനീകരണവും. ഓ ടു ദ ഓഡിയൻസ്. എന്നിട്ട് ഗ്രാൻഡ് മദർ ഓഡിയൻസിനോടായിട്ട് പറയാണ്, യു തിങ്ക് ഐ ആം ക്രേസി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ഭ്രാന്താണെന്നുള്ളത്. ബിക്കോസ് ഐ കെയർ ഫോർ ദീസ് തിങ്സ്. ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? വളരെയധികം ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട്. ബിക്കോസ് ഐ ക്യാൻ ഹിയർ ദെയർ വോയിസ്. എനിക്ക് അവരുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട്. ഡോണ്ട് ബിലീവ് മീ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. ബട്ട് ഐ നോ. പക്ഷെ എനിക്കറിയാം. ദ മൗണ്ടെയിൻസ്, ദ റിവേഴ്സ്, ദ ട്രീസ് ആൻഡ് ആനിമൽസ്, ദേ ഓൾ സ്പീക്ക്. പർവ്വതങ്ങളും പുഴകളും മരങ്ങളും മൃഗങ്ങളും എല്ലാവരും സംസാരിക്കും. ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. നിങ്ങളെയും എന്നെയും പോലെ പ്രകൃതിയിലുള്ള മൗണ്ടെയിൻസും റിവേഴ്സും മരങ്ങളും മൃഗങ്ങളൊക്കെ സംസാരിക്കും. ഇഫ് ഓൺലി വി ലിസൺ ടു ദം. നമ്മൾ അവയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം. ബട്ട് ദ വേൾഡ് നൗ ഈസ് സോ ഫുൾ ഓഫ് നോയ്സ്. പക്ഷേ ഇപ്പോ ഈ ആധുനിക ലോകം മുഴുവൻ ശബ്ദമുഖരിതമാണ്, ശബ്ദം നിറഞ്ഞിരിക്കുകയാണ്. ഹൗ ക്യാൻ എനിവൺ ഹിയർ ദ സോഫ്റ്റ്ലി ഗർഗ്ലിംഗ് സ്ട്രീം? എങ്ങനെയാണ് ഒരാൾക്ക് കേൾക്കാൻ പറ്റുക
വളരെ സോഫ്റ്റ് ആയിട്ട് ഗർഗ്ലിംഗ് സ്ട്രീം, ഗർഗ്ലിംഗ് എന്ന് പറഞ്ഞ ഫ്ലോയിങ് ഇൻ ആൻ ഇറഗുലർ കറന്റ് വിത്ത് എ ബബ്ലിംഗ് വോയിസ്, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഒഴുകുന്ന അരുവികളെ ആർക്കാണ് കേൾക്കാൻ പറ്റുക? ഓ ദ ബ്രീസ് ആസ് ഇറ്റ് റസ്റ്റിൽ ത്രൂ ദ ലീവ്സ്, ഇലകളുടെ ഇടയിലൂടെ ശബ്ദമുണ്ടാക്കി അടിച്ചു വീശുന്ന ബ്രീസ്, ഇളം കാറ്റിനെ ആർക്കാണ് കേൾക്കാൻ പറ്റുക? ഓ ദ ഫ്ലട്ടർ ഓഫ് ദ ബേർഡ്സ് വിങ്, അല്ലെങ്കിൽ പക്ഷികളുടെ ചിറകടി ആൾക്കാണ് കേൾക്കാൻ പറ്റുക? അത് ഈ ഇപ്പോഴുള്ള ലോകം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഫുൾ ഓഫ് നോയിസ്, ശബ്ദങ്ങൾ നിറഞ്ഞതാണ്. ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് അരുവികൾ ഒഴുകുന്നതും ഇലകളിലൂടെ ശബ്ദമുണ്ടാക്കി അടിച്ചു വീശുന്ന കാറ്റിനെയും പക്ഷികളുടെ ചിറകടിയൊക്കെ എങ്ങനെയാണ് കേൾക്കാൻ പറ്റുക എന്ന് വളരെ ഇമോഷണൽ ആയിട്ട് ഗ്രാൻഡ് മദർ ഓഡിയൻസിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നാരായൺ, നൗ അജി, ഇവിടെ അജി എന്നുള്ളത് ഗ്രാൻഡ് മദറിനെ നാരായൺ വിളിക്കുന്ന പേരാണ്. അജി, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, നിങ്ങൾ വിഷമിക്കണ്ട. ഗ്രാൻഡ് മദർ വൈപ്പിംഗ് ഹർ ഐസ്, കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയാണ്, ഐ നോ, എനിക്കറിയാം. വാട്ട് ഹാസ് ദ ഹോട്ടൽ ഗോട്ട് ടു ഡു വിത്ത് മീ, എന്താണ് ഈ ഹോട്ടൽസ് നമുക്ക് എതിരെ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഷീ ടേൺസ് ടു ഹർ ഗ്രാൻഡ് സൺ, അവരുടെ ഗ്രാൻഡ് സൺ അതായത് നാരായണന്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ്, യു നോ സംതിങ്, നിനക്കറിയോ, ദിസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ ചിൽഡ്രൻ ഓഫ് അവർ വില്ലേജ് ദാൻ എനിവൺ എൽസ്, വില്ലേജിലെ മറ്റാരെക്കാട്ടിലും ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. ടുമോറോസ് വേൾഡ് ഈസ് ദെയർ വേൾഡ്, നാളത്തെ ലോകം അവരുടേതാണ്. പോസ്, സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എന്നിട്ട് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയാണ്, യു ആർ ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. അത് ചിന്തിച്ചതിന് ശേഷം വീണ്ടും ഗ്രാൻഡ് മദർ പറയാണ്, നീ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ, നീ സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കണം. ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്, എന്നിട്ട് അവരിൽ നിന്ന് അറിയണം അവർക്ക് എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് അവരിൽ നിന്ന് അറിയണം. ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്, അവരുടെ തലയിലേക്ക് ആശയങ്ങളെ കുത്തി നിറക്കരുത്. ജസ്റ്റ് ടെൽ ദം എവരിത്തിങ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ലെറ്റ് ദം തിങ്ക് ഫോർ ദംസെൽസ്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യട്ടെ, സംസാരിക്കട്ടെ. അതായത് ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളോട് സംസാരിക്കുക. അവരുടെ ആശയങ്ങൾ നമ്മൾ തലയിൽ വെച്ച് കൊടുക്കാതെ അവർ സ്വയം തീരുമാനമെടുക്കട്ടെ. അവരുടെ എല്ലാ കാര്യവും തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ നാരായണനോട് പറയാണ് ചെയ്യുന്നത്. ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ്, ഇടതുവശത്തോടുകൂടെ, സ്റ്റേജിന്റെ ഇടതുവശത്തിലൂടെ അവർ എക്സിറ്റ് ആവുകയാണ്, സ്റ്റേജിൽ നിന്നും പുറത്തു പോകുന്നു. റീ എൻറ്റർ ഫ്രം റൈറ്റ്, വീണ്ടും എന്ത് ചെയ്യാണ്, വലതുവശത്തിലൂടെ പ്രവേശിക്കണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ, എന്നിട്ട് അവര് എക്സിറ്റ് ചെയ്തതിനു ശേഷം, പ്രവേശനത്തിന് ശേഷം ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ്, എന്താണ് കുട്ടികൾ പറഞ്ഞത്? നാരായൺ, ദേ ഡോണ്ട് വാണ്ട് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി ഇഫ് ഇറ്റ് വിൽ റൂയിൻ അവർ കൺട്രി സൈഡ്, നമ്മുടെ നാട്ടിൻ പുറത്തിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ധർമ്മഗിരിയിൽ ഒരു ഹോട്ടൽ വേണ്ട എന്നാണ് കുട്ടികളുടെ അഭിപ്രായമെന്ന് നാരായൺ പറഞ്ഞു. ഗ്രാൻഡ് മദർ, ഐ തോട്ട് സോ, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ചിൽഡ്രൻ ആർ വൈസ്, കുട്ടികൾ വളരെയധികം ബുദ്ധിയുള്ളവരാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്, ഇത് വളരെയധികം വൈകിട്ടൊന്നുമില്ല. വി മസ്റ്റ് ടേക്ക് എ സ്റ്റാൻഡ്, നമ്മളൊരു തീരുമാനമെടുക്കണം. ഓ എൽസ്, അല്ലെങ്കിൽ ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹാർട്ട്സ് വിൽ സ്വാളോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് അവേഴ്സ്, അല്ലെങ്കിൽ ചെറിയ ഹൃദയമുള്ള വലിയ ആളുകൾ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഗ്രാമത്തെ വിഴുങ്ങിക്കളയും. നാരായൺ, മിസ്റ്റർ ദീക്ഷിത് ഈസ് അറൈവിംഗ് ടുമോറോ, ദീക്ഷിത് നാളെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. They'll start laying the foundation, നാളെ അവരെന്ത് ചെയ്യും, ഫൗണ്ടേഷന് തുടക്കം കുറിക്കും. Will stage a peaceful protest and submit a petition, നമ്മൾ ഒരു സമാധാനം നിറഞ്ഞ പ്രതിഷേധം രേഖപ്പെടുത്തണം. ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ, എന്നിട്ട് ഒരു കംപ്ലൈന്റ് എന്ത് ചെയ്യണം, അവർക്ക് സമർപ്പിക്കണം. ഗ്രാൻഡ് മദർ, ഗുഡ് ലക്ക് സൺ, ഗുഡ് ലക്ക്. അങ്ങനെ ഗ്രാൻഡ് മദർ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദേ മൂവ് ഓഫ് സ്റ്റേജ്, അവർ സ്റ്റേജിൽ നിന്നും പുറത്തോട്ട് പോകുന്നു. അങ്ങനെ സീൻ 4 അവിടെ അവസാനിക്കുന്നു. സീൻ 5, കേർട്ടൻ റൈസസ്, കേർട്ടൻ മുകളിലോട്ട് പോകുന്നു. ബാക്ക്ഡ്രോപ്പ് ഓഫ് മൗണ്ടെയിൻ, എ സ്ട്രീം ആൻഡ് ട്രീസ്. ഇപ്പോൾ സ്റ്റേജിന്റെ പശ്ചാത്തലത്തിൽ മൗണ്ടെയിന്റെയും അവിടെ അരുവിയും മരങ്ങളൊക്കെയുള്ള ഒരു മൗണ്ടെയിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റേജിന്റെ സെറ്റിംഗ്സ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ദീക്ഷിത് ഈസ് സീറ്റഡ് ഓൺ എ ചെയർ ഓൺ വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിന്റെ ഒരു വശത്ത് മൾട്ടി മില്യനെയർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ദീക്ഷിത് ഒരു വശത്തിരിക്കുകയാണ്. സാഗർ ഈസ് ഓൺ ദ അതർ സൈഡ്, മറുവശത്ത് സാഗറും ഇരിക്കുന്നുണ്ട്, ബിൽഡിംഗ് കോൺട്രാക്ടർ ആയിട്ടുള്ള സാഗർ. സൗണ്ട് ഓഫ് ലോറീസ് ഡ്രില്ലിംഗ് ആൻഡ് ഹാമറിംഗ് ക്യാൻ ബി ഹിയർഡ്. ലോറികളുടെയും കുഴിക്കുന്നതിന്റെയും ഹാമർ കൊണ്ട് അടിക്കുന്നതിന്റെയൊക്കെ സൗണ്ടുകൾ എന്ത് ചെയ്യാം, കേൾക്കാം. എ പ്രൊസഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് എൻറ്റേഴ്സ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്.
ആ സമയത്ത് ഇവരുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റേജിലൂടെ ഒരു കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരു പ്രൊസഷൻ, ഒരു പ്രകടനം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ദ ചിൽഡ്രൻ ഇൻ ദ ഫ്രണ്ട് റോ ഡിസ്പ്ലേ എ ബാനർ. ഏറ്റവും മുമ്പിൽ കുട്ടികൾ ഒരു ബാനർ കാണിച്ചുകൊണ്ടാണ് ആ പ്രൊസഷൻ, പ്രകടനം മുന്നോട്ട് വരുന്നത്. ലിസൺ ടു ദ മൗണ്ടെയിൻ. അതിൽ എഴുതിയിട്ടുണ്ട് ലിസൺ ടു ദ മൗണ്ടെയിൻ. മൗണ്ടെയിനെ ശ്രവിക്കൂ എന്നുള്ള ഒരു ബാനർ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്. ദേ പ്രസന്റ് എ പെറ്റീഷൻ ടു ദീക്ഷിത്. എന്നിട്ട് അവർ സ്റ്റേജിലേക്ക് പ്രവേശിച്ചിട്ട് നേരെ എന്ത് ചെയ്തു? ദീക്ഷിത്തിന് ഒരു നിവേദനം നൽകി. പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് അല്ലെങ്കിൽ നിവേദനം എന്നൊക്കെയാണ് അർത്ഥം. ധർമ്മഗിരിയിലെ ഹോട്ടൽ നിർമ്മാണം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിവേദനം കുട്ടികൾ ദീക്ഷിത്തിന് നൽകി. ദീക്ഷിത് റീഡിംഗ് ഇറ്റ്, ആ നിവേദനം വായിച്ചുകൊണ്ട്, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? ഇതെന്ത് വിഡ്ഢിത്തരമാണ്? ലിസൺ ടു ദ മൗണ്ടെയിൻ. മൗണ്ടെയിനെ ശ്രവിക്കുക. ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിൽഡ് ദ ബിഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ സ്റ്റേറ്റ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ നിർമ്മിക്കാനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ഹോട്ടൽ. ആൻഡ് യു പീപ്പിൾ ടോക്ക് ഓഫ് മൗണ്ടെയിൻസ്, റിവേഴ്സ്, റാബിറ്റ്സ് ആൻഡ് ബേർഡ്സ്. നിങ്ങൾ എപ്പോഴും പക്ഷികളെ കുറിച്ചും മുയലുകളെ കുറിച്ചും പുഴകളെ കുറിച്ചും പർവ്വതങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പ്ലീസ് പ്ലീസ്, ഇഫ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ എ ബിഗ് ബിസിനസ്, നിങ്ങൾക്ക് വലിയ ബിസിനസിന്റെ ആവശ്യകത മനസ്സിലാവില്ലെങ്കിൽ ഡോണ്ട് ഇന്റർഫിയർ, നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ലെറ്റ് us ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഓക്കെ, ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകട്ടെ. കമോൺ മെൻ, വരൂ. ഓൺ വിത്ത് എ ഡ്രില്ലിംഗ്, ലെറ്റ് us ഗെറ്റ് എ മൂവ് ഓൺ. ഒരു ഡ്രില്ലിങ്ങോടുകൂടെ നമുക്ക് മുന്നോട്ട് പോവാം. അവിടെയുള്ള ജോലിക്കാരെയൊക്കെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ദീക്ഷിത് അവിടുത്തെ ജോലി തുടങ്ങുകയാണ് ചെയ്യുന്നത്. സാഗർ, കീപ് വർക്കിംഗ്, കീപ് വർക്കിംഗ്. സാഗർ, അവിടുത്തെ ബിൽഡിംഗ് കോൺട്രാക്ട് ആയിട്ടുള്ള സാഗർ എല്ലാവരോടും ജോലി ചെയ്യൂ, ജോലി ചെയ്യൂ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. സഡൻലി ദർ ഇസ് എ ടെറിഫിക് റംബിൾ. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു മുഴങ്ങുന്ന സൗണ്ട് കേട്ടു. റംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴക്കം എന്നൊക്കെയാണ് അർത്ഥം. ശരിക്കും റംബിൾ ഗർജിക്കുക എന്നും അർത്ഥമുണ്ട്. ആൻഡ് റോയർ, ഒരു അട്ടഹാസം പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. ലൈക്ക് റോക്സ് ഫോളിംഗ്, പാറക്കെട്ടുകൾ ഉരുണ്ടു വീഴുന്നത് പോലെയുള്ള ശബ്ദം. ഇറ്റ് ലാസ്റ്റ് ഫോർ 30 സെക്കൻഡ്സ്. ഏകദേശം 30 സെക്കൻഡോളം ആ ഇരമ്പുന്ന മുഴക്കം കേട്ടു. ട്രമൻഡസ് നോയ്സ് ഓഫ് ഹോൺസ് ബ്ലെയറിംഗ്. പെട്ടെന്ന് തന്നെ ഘോരമായിട്ടുള്ള ഹോൺസ് മുഴങ്ങുന്നതായിട്ട് കേട്ടു. സൈറൻ, ഒരു ഹോൺ മുഴങ്ങുന്നതായിട്ടുള്ള ശബ്ദം കേട്ടു. വോയിസസ് സ്ക്രീമിംഗ് ആൻഡ് സ്ട്രീക്കിംഗ്. ഉച്ചത്തിൽ കരയുന്ന സൗണ്ടുകളും അവർ കേട്ടു. സ്ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ കരയുക, ഷ്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ എ ഷാർപ്പ് നോയ്സ്, അതായത് വളരെ ഉച്ചത്തിൽ കരയുക. ഉച്ചത്തിൽ കരയുന്ന സൗണ്ടും കേട്ടു. അതായത് ഒരു 30 സെക്കൻഡോളം പാറകളൊക്കെ ഉരുണ്ടു വീഴുന്നത് പോലെയുള്ള വലിയൊരു മുഴങ്ങുന്ന സൗണ്ട് കേൾക്കുന്നു. അതിനുശേഷം ഒരു ഹോൺ ഉച്ചത്തിൽ മുഴങ്ങുന്നതും ആളുകൾ ആർത്തട്ടഹസിച്ച് കരയുന്ന സൗണ്ടും എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അപ്പോൾ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോ വോയിസ് ഓഫ് സ്റ്റേജ്, അപ്പൊ ഓഫ് സ്റ്റേജിൽ നിന്നുള്ള ശബ്ദം ലാൻഡ്സ്ലൈഡ്, ലാൻഡ്സ്ലൈഡ്, മണ്ണിടിച്ചിൽ, മണ്ണിടിച്ചിൽ എന്ന രീതിയിൽ ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുന്നു. ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൌണ്ട് ഇൻ പാനിക്. ഭീതിയോടുകൂടെ ദീക്ഷിത്തും സാഗറും ചുറ്റിനും നോക്കുന്നു. ദേ സ്റ്റാഗർ അബൌട്ട്. അവരാകെ പരിഭ്രമിച്ചു പോകുന്നു. സ്റ്റാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമിക്കുക. ദെൻ റൺ ഓഫ് സ്റ്റേജ്. എന്നിട്ട് സ്റ്റേജിൽ നിന്നും പുറത്തോട്ട് ഓടിപ്പോകുന്നു. നാരായൺ ഷൗട്ട്സ്. ഉച്ചത്തിൽ പറയാണ് നാരായണൻ, ലെറ്റ് us ഗെറ്റ് ഹെൽപ്പ്. നമുക്ക് സഹായിക്കാം. വി മസ്റ്റ് ഹെൽപ്പ് ദ ഇൻജേർഡ്. മുറിവേറ്റവരെ നമ്മൾ സഹായിക്കണം. ഹറി ഹറി, വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നാരായൺ വിളിച്ചു പറയുന്നു. ദ ഇൻജേർഡ് ആർ ക്യാരിഡ് അവേ ഓൺ മേക്ക് ഷിഫ്റ്റ് സ്ട്രക്ചേഴ്സ് ബൈ ചിൽഡ്രൻ. മുറിവേറ്റവരെ മേക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഉപയോഗത്തിനായി ഉണ്ടാക്കിയ സ്ട്രക്ചേഴ്സിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? മുറിവേറ്റവരെ കൊണ്ടുപോകുന്നു. സം ഹോബിൾസ് ആൻഡ് ലിംപ്. കുറച്ചുപേര് മുടന്തി നടക്കുന്നു. ഹോബിൾസ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഇൻ ആൻ അൺഈവൻ വേ, മുടന്തി നടക്കുന്നു. ലിംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടന്തുക. സ്ലോലി, സാവധാനം. ദ കൊമോഷൻ ഡൈസ്. കൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് നോയ്സി ഡിസ്റ്റർബൻസ്, അതായത് ശബ്ദ കോലാഹലം. അവിടെ ഉണ്ടായിരുന്ന ആർപ്പ് വിളികളും ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഡൈസ്, അത് ഫെയ്ഡ് ആയി പോകുന്നു, മെല്ലെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആൻഡ് നോയ്സസ് ഫെയ്ഡ്സ്. അവിടെയുള്ള ശബ്ദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോകുന്നു. ഗ്രാൻഡ് മദർ. പിന്നീട് ഗ്രാൻഡ് മദറിന്റെ സംസാരമാണ്. ഇൻ എ സാഡ് സ്ലോ വോയിസ് ടു ഓഡിയൻസ്. ഓഡിയൻസിനോട് വളരെ വിഷമത്തോടുകൂടെ വളരെ സാവധാനമുള്ള ഒരു ശബ്ദത്തിലൂടെ പറയാണ്. ഫൈനലി ദ മൗണ്ടെയിൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവ്രി വൺ ടു ഹിയർ. എല്ലാവർക്കും കേൾക്കത്തക്ക വിധത്തിൽ അവസാനം മൗണ്ടെയിൻ സംസാരിച്ചു. പോസസ്, ഇച്ചിരി നിർത്തിയതിനു ശേഷം. ഫോർ അവർ വില്ലേജ്,
നമ്മുടെ വില്ലേജിന് ഇറ്റ് വാസ് എ ട്രാജഡി. ഇതൊരു ദുരന്തമാണ്. 10 houses buried beneath the landslide. 10 വീടുകൾ ആ മണ്ണിടിച്ചിന്റെ അടിയിൽ അകപ്പെട്ടു. 11 people killed. 11ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ഇൻക്ലൂഡിംഗ് 2 children. 2 കുട്ടികളടക്കം 11ഓളം ആളുകൾ മരണപ്പെട്ടു. Wipes her eyes. അവൾ അവരുടെ കണ്ണുനീർ തുടക്കുന്നു. ഗ്രാൻഡ് മദർ, ഐ ന്യൂ ഇറ്റ് ഓൾ അലോങ്. എനിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. നേച്ചർ ഓൾവേസ് സ്പീക്സ് ഇഫ് വി കെയർ ടു ലിസൺ. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാച്ചർ ഓരോ സമയത്തും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതായത് വളരെ വിഷമത്തോടുകൂടെ ഗ്രാൻഡ് മദറിന്റെ ഈ ഒരു ഡയലോഗോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കേർട്ടൻ ഫോൾസ്, കേർട്ടൻ താഴോട്ട് വീഴുന്നു. ഇതോടുകൂടെ ഈ ഡ്രാമ ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ് ചെയ്യുന്നത്.